ഒരു രാത്രി സമയം. കുറച്ച് നാട്ടുകാർ ഒരു വീടിനു താഴെ പുറത്ത് ഒത്തുകൂടി നിന്ന് നാട്ടുവിശേഷങ്ങൾ സംസാരിക്കുന്നു. പെട്ടെന്ന് ആകാശത്തുനിന്ന് എന്തോ ശബ്ദങ്ങൾ കേൾക്കാനായി തുടങ്ങി. അവിടെ നിന്നവർ ചെറിയ പേടിയോടെ അന്ധകാരം നിറഞ്ഞ ആകാശത്തെ സൂക്ഷിച്ചു നോക്കുവാനായി തുടങ്ങി. പെട്ടെന്ന് ആകാശത്തിൽ 3 പറക്കുന്ന വാംപിയേഴ്സ് വരുന്നതായി അവർ കാണുന്നു. അവർ പേടിച്ച് വീടുകളിൽ കയറാൻ നോക്കിയെങ്കിലും അതിൽ ഒരാളെ വന്ന വാംപിയറിൽ ഒന്ന് പിടിക്കുകയും അയാളെയും കൊണ്ട് ആ വാംപിയർ ആകാശത്തിലൂടെ ശൂന്യതയിലേക്ക് പറന്നു പോവുകയും ചെയ്തു. അത്രയും കാലം വളരെയധികം സമാധാനത്തോടെ ജീവിച്ചിരുന്ന ജനങ്ങൾക്കിടയിൽ പേടിയുടെ നാളുകൾ ഉണ്ടാകുവാനായി തുടങ്ങി. ദിവസങ്ങൾ കടന്നു പോകുംതോറും അവിടുത്തെ ജനങ്ങളെ വാംപിയേഴ്സ് വന്ന് പിടിച്ചുകൊണ്ടുപോകും. അന്ന് രാത്രി 3 സ്ത്രീകൾ മരിച്ചു കിടന്ന ഗുഹയിലേക്ക് ഗോസ്റ്റ് ഹണ്ടർ വരുന്നു. ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ മരിച്ചു കിടക്കുന്ന അനവധി ജനങ്ങളെയാണ് ഗോസ്റ്റ് ഹണ്ടറിന് കാണാനായി സാധിക്കുന്നത്. അദ്ദേഹം അവിടെ നിന്ന് മിത്ത് എവിടെയാണെന്ന് തന്റെ ഉൾക്കണ്ണ് കൊണ്ട് നോക്കുന്നു. ഗോസ്റ്റ് ഹണ്ടർ പെട്ടെന്ന് ദൂരെ ജനങ്ങൾ നിലവിളിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു. ശബ്ദം കേട്ട് അയാൾ ഗുഹയുടെ പുറത്തു വരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ താഴ്വാരത്തിൽ ദൂരെ ആ മനോഹരമായ ഗ്രാമം കാണാൻ സാധിക്കും. ഗോസ്റ്റ് ഹണ്ടർ പെട്ടെന്ന് തന്നെ മലയിറങ്ങി ആ ഗ്രാമത്തിലേക്ക് പോകുന്നു. ആ ഗ്രാമത്തിൽ എത്തിയ ഗോസ്റ്റ് ഹണ്ടർ കാണുന്നത് നിശബ്ദമായ വീടുകളും ചെറിയ കടകളുമാണ്. ഗോസ്റ്റ് ഹണ്ടർ ആ തെരുവുകളിലൂടെ നടക്കുന്നു. എങ്ങും നിശബ്ദം. പെട്ടെന്ന് ഗോസ്റ്റ് ഹണ്ടറിന്റെ പിന്നിലൂടെ ഒരു വാംപിയർ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ഗോസ്റ്റ് ഹണ്ടർ മാറിക്കഴിഞ്ഞു. വീണ്ടും വാംപിയർ ആക്രമിക്കാനായി വരുന്നു. ഈ വട്ടം ഗോസ്റ്റ് ഹണ്ടർ ആക്രമിക്കാൻ വന്ന വാംപിയറിന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. വാംപിയർ മുകളിലേക്ക് പറക്കാൻ കഴിയാതെ നിൽക്കുന്നു. ഗോസ്റ്റ് ഹണ്ടർ വാംപിയറിനെ എടുത്ത് ആകാശത്തേക്ക് എറിയുന്നു. വാംപിയർ ആകാശത്തിൽ ചെന്ന് നിന്നുകൊണ്ട് പറയുന്നു, "ഞാൻ വീണ്ടും വരും." ഗോസ്റ്റ് ഹണ്ടർ ചെറുപുഞ്ചിരിയോടെ ആകാശത്തേക്ക് നോക്കി "ഗോഡ് ബ്ലെസ് യു" എന്ന് പറയുന്നു. വാംപിയർ അവിടെ നിന്ന് പോയതും വീടിനുള്ളിൽ ഒളിച്ചിരുന്ന ജനങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരാനായി തുടങ്ങി. ജനങ്ങൾ എല്ലാവരും ഗോസ്റ്റ് ഹണ്ടറിന് ചുറ്റും കൂടുന്നു. "ഞങ്ങളെ രക്ഷിക്കണേ, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, എവിടെ നിന്നാണ് വരുന്നതെന്നും അറിയില്ല, എന്നാൽ നിങ്ങൾ വാംപിയറിനെ ഓടിക്കുന്നത് ഞങ്ങൾ കണ്ടു, നിന്നെക്കൊണ്ട് ഈ ജനങ്ങളെ എല്ലാം രക്ഷിക്കാനായി സാധിക്കും" എന്നൊക്കെ ജനങ്ങൾ ഗോസ്റ്റ് ഹണ്ടറിനോട് പറയുന്നു. ഗോസ്റ്റ് ഹണ്ടർ മൗനം പാലിച്ച് അവിടെ നിന്ന് മുന്നോട്ട് നടക്കാനായി തുടങ്ങുന്നു. "നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണമെന്ന് ജനങ്ങളെല്ലാവരും കരഞ്ഞു പറയുന്നു. ഇതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെ ഗോസ്റ്റ് ഹണ്ടർ മുന്നോട്ട് തന്നെ നടക്കുന്നു. എല്ലാവരും നിസ്സഹായ മുഖഭാവത്തോടെ ഗോസ്റ്റ് ഹണ്ടർ പോകുന്നതും നോക്കി അവിടെ നിൽക്കുന്നു. ഗോസ്റ്റ് ഹണ്ടർ അവിടെ നിന്നും ഉൾവനത്തിലേക്ക് നടന്ന് നീങ്ങുന്നു. വനത്തിനുള്ളിലെ ഒരു ഒറ്റപ്പെട്ട മരത്തിനു ചുവട്ടിൽ തീ കൂട്ടിയിട്ട് കത്തിച്ച് അതിനു ചുവട്ടിൽ ഗോസ്റ്റ് ഹണ്ടർ ഇരിക്കുന്നു. പെട്ടെന്ന് ഇടിവെട്ടി മഴ പെയ്യാനായി തുടങ്ങി.